വെടിക്കെട്ട് അപകടത്തിൻ്റെ കാരണക്കാർ ആരാണ്? കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷിതത്വം നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് ഭരണ സംവിധാനത്തിനാണ്, കേരള സർക്കാരിനാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായി കുറേ ആളുകൾ മരിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദി കേരള സർക്കാർ തന്നെയാണ്. കാരണം ജീവന് സ്വത്തിന് സംരക്ഷണം നൽകേണ്ട പ്രഥമ ഉത്തരവാദിത്വമാണ് സർക്കാരിനുള്ളത്. സാധാരണ റോഡിൽ കൂടി പോകുമ്പോൾ അവിടെ ഒരു വാഹനാപകടം ഉണ്ടായാൽ അത് ആരുടെ വീഴ്ചയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തടയേണ്ട ഉത്തരവാദിത്വം, അപകടം ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഒക്കെ ഉള്ളത് സർക്കാരിന് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം മനസ്സിലാക്കും, റോഡുകളിൽ കൂടി ഓടുന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് റിസ്ക് ഉണ്ട്, അപ്പോൾ അപകട സാധ്യതയുണ്ട്. അപ്പോൾ അവരോട് ഹെൽമെറ്റ് വെക്കാൻ പറയുന്നു, അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നു, അതുപോലെ ഒരു ജംഗ്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ പോയി കൂട്ടിയിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡ് ലൈറ്റ് വെക്കുന്നു, സിഗ്നൽ വെക്കുന്നു, അതുപോലെ സ്പീഡ് ലിമിറ്റ് വെക്കുന്നു, ഓവർ സ്പീഡ് ചെയ്തിട്ട് അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടി, അതുപോലെ അത് എൻഫോഴ്സ് ചെയ്യുന്നു, CCTV ക്യാമറകൾ വെക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ നമ്മളുടെ റോഡുകളിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ കാരണം എന്താണ്? റോഡുകളിൽ അപകടമുണ്ടായി ജീവന് അതുപോലെ വാഹനങ്ങൾക്ക് ഒക്കെ കുഴപ്പമുണ്ടാകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനായതുകൊണ്ടാണ് ഈ റോഡ് സുരക്ഷാ നിയമങ്ങൾ, റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇവിടെ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പല പല കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നത്. ഇനി അതുകൊണ്ട് റോഡിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി റോഡുകളുടെ വാഹനം പോകണ്ട എന്നൊരിടത്തും പറയുന്നില്ല. പക്ഷേ നിയന്ത്രണങ്ങൾ, നിരീക്ഷണങ്ങൾ, അതുപോലെ ചില കാര്യങ്ങൾ, ചില പുതിയ നിയമങ്ങൾ നടപ്പാക്കുക, അങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇനി വെടിക്കെട്ടിൻ്റെ കാര്യത്തിലേക്ക് വരാം. വെടിക്കെട്ടും ഇതുപോലെ തന്നെ വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സംവിധാനമൊന്നുമല്ല, എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് എപ്പോഴാണെന്ന് പറയാം, ഏപ്രിൽ മാസത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അത് റെഗുലേറ്റ് ചെയ്യേണ്ട, അപകടമില്ലാതെ നടത്തേണ്ടതാണ് എന്നുള്ള ഉത്തരവാദിത്വം അവിടുത്തെ ഭരണകൂടത്തിനുണ്ട്, ബന്ധപ്പെട്ട വകുപ്പുകൾക്കുണ്ട്, വകുപ്പ് അധ്യക്ഷന്മാർക്കുണ്ട്. ഇതിനു മുമ്പും വെടിക്കെട്ട് അപകടം തൃശ്ശൂരുണ്ടായിട്ടുണ്ട്. 1978 മറ്റ് പല സ്ഥലങ്ങളിലും വെടിക്കെട്ടിനോടനുബന്ധിച്ച് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റിസ്ക് ഉണ്ട് എന്നുള്ളത്, അല്ലെ അപകട സാധ്യതയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഭരണകൂടം മനസ്സിലാക്കേണ്ടതാണ്. ഭരണകൂടത്തിലുള്ള ചിലർ പറയുന്നത് കേട്ടു, ഇപ്പോൾ അവിടെ ഒരു റിസ്ക്കുമില്ല, അപകട സാധ്യതയില്ല എന്ന് ചിലർ പറഞ്ഞു. അത് ഭരണകൂടത്തെ രക്ഷിക്കാൻ വേണ്ടി കള്ളത്തരം പറയുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അത് റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ കാരണങ്ങൾ, റിസ്ക് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെടിമരുന്നാണിത്. വെടിമരുന്ന് കൈകാര്യം ചെയ്യുന്നതിൽ റിസ്ക് ഉള്ളത് കൊണ്ടാണ് എക്സ്പ്ലോസീവ് ലൈസൻസ് എടുക്കണമെന്ന് നിർബന്ധിക്കുന്നത്. അതുപോലെ പെസോ അതിൻ്റെ ചില നിർദ്ദേശങ്ങൾ, മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ, പെസോ, അവരും ഇതിൻ്റെ പുറകെ ഉണ്ട്. അതുപോലെ ഇത് ചെയ്യുന്ന സ്ഥലം ഒരു വിജനമായ സ്ഥലത്താണ് ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അപകടമുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഈ നഗരത്തിന് നടുക്ക് വെച്ചൊന്നും കൊണ്ടൊന്നും ചെയ്യാത്തതിൻ്റെ കാരണം ഇതിന് അപകട സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന് എക്സ്പ്ലോസീവ് ലൈസൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് തീർച്ചയായിട്ടും വേണം. കാരണം അത് വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. ഈ റോഡ് അപകടം ഉണ്ടായതുകൊണ്ട് റോഡിൽ കൂടി ഇനി മേലാൽ വണ്ടി ഓടണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായെന്ന് കരുതി ഇനി വെടിക്കെട്ട് വേണ്ട എന്നല്ല തീരുമാനിക്കേണ്ടത്. പകരം അതിൻ്റെ സുരക്ഷ, അവിടെ റിസ്ക് ഉണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താൻ ഉത്തരവാദപ്പെട്ട ജീവന സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അതിനുവേണ്ട ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത്, മേൽനോട്ടമാണ് വഹിക്കേണ്ടത്. അതിനുള്ള ലീഡർഷിപ്പാണ് നമുക്കിവിടെ കേരളത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇപ്പോൾ അതില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റുക? ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാനതിനെപ്പറ്റി എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു സെഗ്രിഗേഷൻ കണ്ടില്ല.
അതായത് ഓലപ്പടക്കം ഉണ്ടാക്കുന്നതും അമിട്ടുണ്ടാക്കുന്നതും കൊണ്ടുണ്ടാക്കുന്ന അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഒരുമിച്ചിരുന്ന് കുറേയധികം ആളുകൾ കൂടി ഇരുന്ന് അങ്ങ് ചെയ്യുന്നു. അതിന് ഓലപ്പടക്കം ഉണ്ടാക്കുന്ന ഒരു സെഗ്രിഗേറ്റ് ചെയ്യുക, അതൊരു ഒരു ഒരു ഒന്നോ രണ്ടോ പേര് അത് ഒരു സ്ഥലത്ത്, ഗുണ്ടൊരു സ്ഥലത്ത്, അമിട്ട് വേറൊരു സ്ഥലത്ത്, പിന്നെ ബാക്കി ഉള്ള കാര്യങ്ങൾ അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത, അപകടം ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഒരു ആഘാതത്തിൻ്റെ ഒക്കെയുള്ള ഒരു തോത് തീർച്ചയായിട്ടും കുറയും. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു ആക്സസ് കൺട്രോൾ നമ്മൾ സാധാരണ സെക്യൂരിറ്റി പറയുന്നത്, അതായത് ആ അകത്തേക്ക് പോകുന്ന ആൾക്കാർ അല്ലെ അകത്തേക്ക് വരുന്ന ആൾക്കാർ അവരുടെ കയ്യിൽ ബീഡിയുണ്ടോ, സിഗരറ്റുണ്ടോ, ലൈറ്ററുണ്ടോ, തീപ്പെട്ടിയുണ്ടോ എന്നൊക്കെ നോക്കാൻ അവിടെ സംവിധാനമുണ്ടോ, അതിനൊരു ഗേറ്റുണ്ടോ? ഗേറ്റ് ഉണ്ടെങ്കിലല്ലേ അവിടെ ആ ഗേറ്റ് വഴി മാത്രമേ അകത്തേക്ക് ആളുകൾ പോകാവുള്ളൂ. അങ്ങോട്ട് ആര് പോയാലും ശരി അവരുടെ അടുത്ത് ഇങ്ങനത്തെ സാധനങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവിടെ ഒരാളുണ്ടായിരുന്നോ? അവിടെ അങ്ങനെയൊന്നും ഇല്ല. അതുപോലെ ഒരു ടെമ്പററി ആയിട്ടെങ്കിലും ഒരു മുള്ളുവേലിയെങ്കിലും കെട്ടി അതിനൊരു ഗേറ്റും വെച്ച് ആ ഒരു ഗേറ്റിൽ കൂടെ തന്നെ ആളുകൾ പോവുകയും അവരെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഉള്ള അപകട സാധ്യത കുറയും. കാരണം ഇത് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇനി അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, അവിടെ ഒരു CCTV ക്യാമറ പോലും വെച്ചിട്ടില്ല. അവിടെ ഒരു CCTV എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഏതെങ്കിലും ഒരു കൺട്രോൾ റൂമുമായിട്ട് ഘടിപ്പിച്ചിരുന്നെങ്കിൽ ആ കൺട്രോൾ റൂമിൽ നോക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ തന്നെ, അല്ലെ കൺട്രോൾ റൂമിലുള്ളവർക്ക് ഏതെങ്കിലും നാക്കുമ്പോഴത്തേക്ക് ഇതൊരു അപകടമാണല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നിയിട്ട് അവർക്ക് നിർദ്ദേശം ഒരു ഫോണിൽ, ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ, ഫോണിൽ നിർദ്ദേശം അപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതാരും ശ്രദ്ധിച്ചില്ല എന്നുള്ള അടുത്ത കാര്യം. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, 2 ഫയർ എഞ്ചിൻ അവിടെ തീർച്ചയായിട്ടും ഇടാമായിരുന്നു. ഞാൻ ഫയർഫോഴ്സിലുണ്ടായിരുന്ന സമയത്ത് തീപിടുത്തത്തിന് സാധ്യതയുള്ള കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ അവിടെയും തിരുവനന്തപുരത്ത് ചാല ബസാറിൻ്റെ അവിടെയൊക്കെ ഫയർ എഞ്ചിനുകൾ, കാരണം അവിടെ അപകട സാധ്യത കൂടുതലുള്ള എന്ന് കണക്കാക്കി റിസ്ക് അസസ്മെൻറ്റിൽ അങ്ങനെ കണ്ടതുകൊണ്ട് അവിടെ ഫയർ എഞ്ചിൻ ഇട്ടു. അപ്പോൾ അവിടെ അപകട സാധ്യത കുറഞ്ഞുവെന്ന് മാത്രമല്ല, ആ ഫയർ എഞ്ചിനുള്ളവർ എവിടെയൊക്കെയാണ് അതിൻ്റെ ചുറ്റിലുള്ള എവിടെയൊക്കെയാണ് സാധ്യതയുള്ളതെന്നൊക്കെ അവരെങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവരെപ്പോഴും റെഡിയായിരിക്കും. അപ്പോൾ അവിടെ ഉള്ളവർക്കും ഇവിടെ നമുക്ക് റിസ്ക് ഉണ്ട് എന്നുള്ളൊരു ചിന്ത വരും. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രഷർ ഉണ്ടാകും, ഞങ്ങൾക്കിത് ഇവിടെ അപകടമുണ്ട് അതുകൊണ്ടല്ലേ ഇവർ കിടക്കുന്നു എന്നുള്ളൊരു ചിന്ത. ഇവിടെയും അതുപോലെ തന്നെ ഈ അപകടമുണ്ടായ എവിടെയാണെങ്കിലും ഇതിൻ്റെ പൗരത്തിൻ്റെ പടക്കം സൂക്ഷിക്കുന്ന പടക്ക നിർമ്മാണശാലയുടെ അടുത്ത്, കാരണം അത് അധിക ദിവസമില്ല, ആകെ കൂടുന്ന 10 ദിവസം അതിൻ്റെ കാര്യമുള്ളൂ. ആ ഒരു ഫയർ സ്റ്റേഷൻ്റെ ഗ്യാരേജിൽ കിടക്കുന്നതിന് പകരം 2 ഫയർ എഞ്ചിൻ അവിടെ പോയി കിടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ അപകടം ഉണ്ടാവില്ല. അതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഫയർ എഞ്ചിൻ അവിടെ നേരത്തെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഫയർ എഞ്ചിൻ അവിടെ എത്താനുള്ള വഴി ഓൾറെഡി നമ്മൾ അഷ്യൂർ ചെയ്തു. കാരണം ഒരു റോഡ് പലപ്പോഴും അപകടം ഉണ്ടാകുന്നതിലേക്ക് ഫയർ എഞ്ചിൻ എത്താനുള്ള വഴി ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യ ഫയർ എഞ്ചിൻ അവിടെ പോയി കിടക്കുന്ന, ഇത്രയും വലിയ പടക്കം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് അങ്ങനെ അപകട സാധ്യത വലുതുണ്ട് എന്ന് അസസ് ചെയ്യുന്നൊരു സ്ഥലത്ത് 2 ഫയർ എഞ്ചിൻ പോയി കിടക്കുന്നു. അപ്പോൾ അവിടത്തേക്കുള്ള വഴി ഓൾറെഡി റെഡിയായി ഫയർ എഞ്ചിൻ പോകാനുള്ള. അവിടെ 2 ഫയർ എഞ്ചിൻ കിടക്കുന്നത് തന്നെ അവിടെ ഉള്ളവർക്കറിയാം ഇവിടെ തീ പിടിക്കാൻ സാധ്യതയാണ്, അതുകൊണ്ടാണ് ഇവരൊക്കെ കിടക്കുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അതിന് അവിടെ ജോലി ചെയ്യുന്നവർക്ക് മാനസികമായിട്ട് ഒരു ചിന്തയുണ്ടാകും, എപ്പോഴും സദാ തീപിടുത്തം ഉണ്ടാകാം, അപകടം ഉണ്ടാകാം, അവർ കൂടുതൽ സൂക്ഷിക്കും. അതുപോലെ ഇതിനകത്ത് ഉദ്യോഗസ്ഥരാണേലും അവരുടെ സേഫ്റ്റി നോക്കണമല്ലോ, അതുകൊണ്ട് അവിടെ ഒരു അപകടം ഉണ്ടാകാതെ അവരും നോക്കിക്കോളും. ബാക്കി എന്തെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കണമെങ്കിൽ അവരപ്പോൾ കൊടുത്തോളും. അപ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യത വളരെയധികം കുറയും. അതുപോലെ ഉണ്ടായാൽ തന്നെ റെസ്ക്യൂ വളരെ എളുപ്പമാകും. കാരണം ഫയർ എഞ്ചിന് വരാനും പോകാനുള്ള വഴി ഓൾറെഡി അഷ്യൂർ ചെയ്ത് കഴിഞ്ഞു, ഫയർ എഞ്ചിൻ അവിടെ റെഡിയായിട്ട് അവിടെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് നൂതനമായ സാങ്കേതിക വിദ്യകൾ, ഇപ്പോൾ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇപ്പോൾ ഈ തിരിയെ കത്തിക്കാതെ അല്ലാതെ അകലെ ഇരുന്ന് തന്നെ റിമോട്ടായിട്ട് കത്തിക്കാനും പൈറോ ഡ്രോൺസും അങ്ങനെയുള്ള കുറേയധികം സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഈ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കും ഇതിൻ്റെ കൂടെ സാങ്കേതികമായിട്ടുള്ള ഒരു മേന്മയിലേക്ക്, ഒരു ഇമ്പ്രൂവ്മെൻറ്റിലേക്കും ഇതൊക്കെ പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വെടിക്കെട്ട് പൂരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. പക്ഷേ വെടിക്കെട്ടോടനുബന്ധിച്ച് അപകടമുണ്ടാകാതെ അവിടെ ജോലി ചെയ്യുന്ന, അതുപോലെ പിന്നീടാണേലും അത് കാണാൻ വരുന്നവരാണേലും അവരുടെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കാണ്. അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം അവർ ഫയർ ആക്ട് അനുസരിച്ച് തീ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നോക്കേണ്ടതുണ്ട്, അതുപോലെ അപകടം ഉണ്ടായിരിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ഫയർഫോഴ്സ് ജോലി ചെയ്യുന്ന സമയത്ത് ബിൽഡിങ്ങുകളിൽ സീറോ ഫയർ എന്നുള്ള ഒരു നയം നടപ്പാക്കി അതിനുള്ള ചെക്ക് ലിസ്റ്റുകളൊക്കെ അന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. ഫയർ NOC കൊടുക്കുന്നതിന് മുമ്പ് അത് സ്ട്രിക്റ്റായിട്ട് ആ സമയത്ത് നടപ്പാക്കിക്കൊണ്ട് കുറേയധികം ശത്രുക്കൾ എനിക്ക് അന്നുണ്ടായി. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ എൻ്റെ ശത്രുവായി, എന്നെ ജനവിരുദ്ധം തന്നെ വിളിച്ചു. കാരണം
സ്ട്രിക്റ്റായിട്ട് ഫയർ ആക്ട് നിയമം നടപ്പാക്കാൻ ഒരു ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഫയറിന് NOC കൊടുക്കുന്നത് തുടങ്ങിയപ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അപകടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സ്ട്രിക്റ്റായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം ജീവൻ സുരക്ഷ എന്ന് പറയുന്നത്, ലൈഫ് സേഫ്റ്റി എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. അത് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലായാലും അതുപോലെ പടക്ക നിർമ്മാണശാലയിലായാലും പടക്കം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴായാലും ഒക്കെ അത് വളരെ പ്രധാനമാണ്. അതിൻ്റെ പരമപ്രധാനമായ ഉത്തരവാദിത്വം സർക്കാർ ഏജൻസിക്ക് തന്നെയാണ്. അപ്പോൾ അത് നടപ്പാക്കാനുള്ള നിയമം ഇവിടെയുണ്ട്, അതിനുള്ള ഏജൻസികൾ ഇവിടെയുണ്ട്, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഇവിടെയുണ്ട്. അതിനുള്ളൊരു നേതൃത്വമാണ് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ MLA ആയിട്ടോ അല്ലെ തൃശ്ശൂരിൻ്റെ മന്ത്രിയായിട്ടോ തൃശ്ശൂർ ജില്ലാ ഭരണകൂടമായിട്ടോ അല്ലെ അവരെ നിയന്ത്രിക്കുന്ന തിരുവനന്തപുരത്തിരിക്കുന്നവരോ ഒക്കെ ആ നേതൃത്വം എവിടെ, അവർക്കെന്ത് ഉത്തരവാദിത്വം എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്.